നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നല്ല സഖാവിന് പ്രണാമം അർപ്പിക്കാൻ ഇതര ജില്ലകളിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് വലിയ ഒഴുക്കാണ് കണ്ടത്. നല്ല സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയ ജനങ്ങൾ. തങ്ങൾക്ക് മാർഗദർശിയായിരുന്ന VSന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്വമേധയാ എത്തിയ പാർട്ടി പ്രവർത്തകരായിരുന്നു ഏറിയ പങ്കും. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് ഇന്നലെ ഈ ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. അവിടെ VS എത്തിയപ്പോൾ കണ്ണേ കരളെ VS ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവർ തങ്ങളുടെ ചങ്കിടിപ്പായ നേതാവിന് അന്ത്യയാത്ര നൽകി. അതിനിടയിൽ VSനെ കാണാൻ എത്തിയവർക്ക് സൗകര്യമൊരുക്കിയില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. EK നായനാർ അന്തരിച്ചപ്പോൾ ജനത്തിന് സൗകര്യമൊരുക്കി കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം VSനെ കാണാൻ ഒഴുകിയെത്തുന്ന ജനത്തെ തടയുന്ന സാഹചര്യമുണ്ടായി. പിണറായി പക അല്ലെങ്കിൽ പിണറായി ഇത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാവുകയാണ്, ആക്ഷേപങ്ങൾ ശക്തമാവുകയാണ്. VSനെ കാണാൻ എത്തിയവരിൽ ചിലർക്ക് കാണാൻ സമ്മതിക്കാതെയുള്ള നീക്കങ്ങൾ നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ശക്തമായത്. വീട്ടിൽ തീരെ സൗകര്യമില്ല, ഇനി ആരെയും ഇവിടെ നിൽക്കേണ്ട, നാളെ രാവിലെ 9-ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരും, അപ്പോൾ എല്ലാവർക്കും കാണാം. അന്തരിച്ച VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ എത്തിയവരോട് കണ്ണൂരിന്റെ CPM കരുത്തായ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം അനൗൺസ് ചെയ്തത് ഇപ്രകാരമായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിലൊരു വിമ്മിഷ്ടം സൃഷ്ടിക്കുകയുണ്ടായി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ക്യൂ നിന്നവർക്കെല്ലാം VSനെ അവസാനമായി കാണാൻ അവസരമൊരുക്കുമെന്ന് ഏവരും കരുതി. എന്നാൽ പതിവില്ലാത്ത സമയനിഷ്ഠ VSന്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. അറിയിച്ച സമയം അല്പം കഴിഞ്ഞപ്പോൾ തന്നെ പൊതുദർശനം മതിയാക്കി VSനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് താഴെയുള്ള തമ്പുരാൻ മുക്കിലെ വീട്ടിലേക്ക് VS യാത്രയാകുമ്പോൾ കാത്തുനിന്നവരും ഒഴുകിയെത്തി. VSനെ രാത്രി തന്നെ കാണുകയായിരുന്നു അവരുടെ ലക്ഷ്യം. വീട്ടിന് മുന്നിൽ അവർ മുദ്രാവാക്യം വിളിച്ചു. അപ്പോഴാണ് നാടകീയമായി ഏവരോടും പിരിഞ്ഞു പോകണമെന്ന് കണ്ണൂർ ശാസന എത്തിയത്. പക്ഷേ തിരുവനന്തപുരം അത് കൂട്ടാക്കിയില്ല. ബന്ധുക്കൾക്ക് ആ വരവ് പ്രശ്നവുമായില്ല. ഇടമുറിയാതെ സഹാക്കൾ VSനെ വീണ്ടും കണ്ടു. ആ വീട്ടിൽ ആളൊഴിഞ്ഞില്ല. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി K കരുണാകരനും തിരുവനന്തപുരത്ത് വെച്ചാണ് വിടവാങ്ങിയത്. അന്നും കരുണാകരനെ എത്തിച്ചെടുത്തെല്ലാം അവസാന നോക്കിൽ ആളെത്തി, ആരും തടഞ്ഞില്ല. പക്ഷെ VSന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. EK നായനാരുടെ അവസാന മണിക്കൂറിലും CPM ആരെയും ഒന്നിനും വിലക്കിയിരുന്നില്ല. പക്ഷെ ഇവിടെ VSനെ കാണാൻ എത്തിയവരെ തടയുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള അമർഷം ഉയരുന്നുണ്ട്. എത്തിയവർക്കെല്ലാം അന്ന് നായനാരെ കണ്ടു മടങ്ങാൻ സാധിച്ചിരുന്നു, അവസരം ഒരുക്കിയിരുന്നു. കോൺഗ്രസ് ജനകീയ മുഖമായ ഉമ്മൻചാണ്ടിയെ കാണാൻ ലക്ഷങ്ങൾ ഒഴുകിയെത്തിയത് നമുക്ക് അറിയാവുന്നതാണ്. അതിനും മുകളിലായിരുന്നു VSനോട് ജനങ്ങൾക്കുള്ള ആവേശം. പക്ഷെ VSന്റെ കാര്യം എത്തിയപ്പോൾ VSനെ കാണാനെത്തിയവരെ തടയുന്ന സാഹചര്യമുണ്ടായി. അതെന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സമയനിഷ്ഠയ്ക്ക് എന്തിന് കൂടുതൽ പ്രാധാന്യം CPM ഈ ഒരു സാഹചര്യത്തിൽ നൽകി എന്ന ഒരു ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. VSന്റെ രാഷ്ട്രീയ കർമ്മ കേന്ദ്രമായ ഓഫീസിൽ VSനെ കാണാൻ ക്യൂ നിന്നവർക്ക് അതുകൊണ്ട് തന്നെ തമ്പുരാൻ മുക്കിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നു. അവിടെയായിരുന്നു എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം വന്നത്. VSനെ കാണാൻ എത്തുന്നവർക്ക് അവസരമൊരുക്കാൻ തയ്യാറായിരുന്ന റെഡ് വോളണ്ടിയർമാരും മുദ്രാവാക്യം വിളി തടയാൻ എത്തിയിരുന്നു. അങ്ങനെ വിപ്ലവ നക്ഷത്രത്തിന് വേണ്ടി അവസാനം വിപ്ലവം വിളിക്കാൻ കൈമുഷ്ടി മുറുക്കിയവർ നിരാശരായി. പക്ഷേ ആ വാക്കുകൾ ആരും ചെവികൊണ്ടില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. VSനോടുള്ള അവരുടെ സ്നേഹം അത്രയ്ക്കുണ്ട്. അവർ വീണ്ടും മുദ്രാവാക്യം വിളിച്ചു. VSന്റെ വീട്ടിൽ കയറി സഖാവിനെ കാണുകയും ചെയ്തു. ദർബാർ ഹാളിലും സമയനിഷ്ഠയുടെ പേരിൽ ആയിരങ്ങൾക്ക് ദർശനാവസരം നഷ്ടമാക്കുമോ എന്ന ആശങ്ക സഖാക്കൾക്കുണ്ടായിരുന്നു. എന്തായാലും ഇന്നും നമ്മൾ കണ്ട കാഴ്ചയാണ്. അനന്തപുരി ഒരു ജനസാഗരമാകുന്ന കാഴ്ച, കണ്ണീർ കടലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. വിലാപയാത്ര ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയിലേക്ക് പോവുകയാണ്. സ്വന്തം മണ്ണിലേക്ക് VS മടങ്ങുകയാണ്. ഈ VS പിണറായി പക്ഷ പോരാട്ടം അത് പലപ്പോഴും രാഷ്ട്രീയ കേരളം സാക്ഷിയായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു VS അതുപോലെ തന്നെ പിണറായി സംഘർഷം. ഒരു കാലത്ത് VSന്റെ ശിഷ്യനായിരുന്ന പിണറായി VSന്റെ തന്നെ പൂർണ്ണ പിന്തുണയോടെയാണ് 1998-ൽ CPM സംസ്ഥാന സെക്രട്ടറി ആയത്. എന്നാൽ പിന്നീട് ചുറ്റുമുള്ളവർ കണ്ടത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു, ഉടക്കായിരുന്നു, അതുപോലെ തന്നെ ഭിന്നതയായിരുന്നു. ഇരുവർക്കുമിടയിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഓൾഡ് സ്കൂൾ പ്രതിനിധിയായിരുന്നു VS അച്യുതാനന്ദനെ. നാടുവാഴിത്തത്തിനും ജമ്മിത്തത്തിനുമെതിരെ പോരാടി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ VSന് പാർട്ടി സ്വീകരിച്ച പല നിലപാടുകളോടും എതിർപ്പുണ്ടായിരുന്നു. അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു, ആരെയും പേടിയുമില്ലായിരുന്നു. കോർപ്പറേറ്റുകൾക്കും ഉദാരവൽക്കരണത്തിനുമെതിരെ VS ശക്തമായി നിലകൊണ്ടു. പക്ഷേ പിണറായി വിജയനാകട്ടെ കുറെ കൂടി ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചത്.
ഈ ഒരു കാര്യത്തിൽ VS-PV പോരാട്ടം രൂക്ഷമായിരുന്നു. സൈദ്ധാന്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം പിന്നീട് നടന്നത് പാർട്ടിക്കുള്ളിൽ മേധാവിത്വം നേടാനുള്ള ഇരു നേതാക്കളുടെയും ശക്തമായ പോരാട്ടം. 1998 VSന്റെ പൂർണ്ണ പിന്തുണയോടെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി. 2001 പ്രതിപക്ഷ നേതാവായപ്പോൾ VS ഏറ്റെടുത്ത പല പോരാട്ടങ്ങളും പാർട്ടിക്ക് അതൃപ്തി ഉണ്ടാക്കി. ഇത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായിക്കും VSനും ഇടയിലുള്ള പോര് രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചു. ലാവ്ലിൻ കേസിൽ പിണറായിയെ പരസ്യമായി അല്ലെങ്കിലും തള്ളിപ്പറയുന്ന നിലപാടുകളാണ് VS സ്വീകരിച്ചത്. ലാവ്ലിനിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള VSന്റെ ഒളിയമ്പുകൾ പിണറായിയെ പ്രകോപിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് 2009 ചോർന്നു. ഇതോടെ പിണറായിക്കെതിരായ ലാവ്ലിൻ ആരോപണങ്ങൾ ശക്തമായി. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്യാബിനറ്റിന്റെ ശുപാർശ മറികടന്ന് പിണറായിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIയോട് ഗവർണർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗവർണറുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ VS നിർബന്ധിതനായി. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന പാർട്ടി നിലപാട് തള്ളിയായിരുന്നു VSന്റെ തീരുമാനം. ജനമനസ്സുകളിൽ VSും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനും ശക്തമായ സാന്നിധ്യമാകുന്ന കാലഘട്ടം. 2005 മലപ്പുറത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ VS പക്ഷക്കാരായ 12 പേർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു. പക്ഷേ എല്ലാവരും തോറ്റത് VSന് തിരിച്ചടിയായി. പൂർവാധികം ശക്തിയോടെ പിണറായി വീണ്ടും സംസ്ഥാന സെക്രട്ടറി. ആ വർഷം VSനെ ദേശാഭിമാനി ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും മാറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്നുവരെ കാണാത്ത പല രീതികൾ പല പതിവുകളൊക്കെ പിന്നീട് ഉണ്ടാകുന്ന സാഹചര്യം. 2006 തെരഞ്ഞെടുപ്പിൽ VSനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തയ്യാറായില്ല. പക്ഷേ ഇതിനെതിരെ പലയിടത്തും ജനങ്ങൾ തെരുവിലിറങ്ങി. പാർട്ടി തീരുമാനം തിരുത്തി. മലമ്പുഴയിൽ നിന്നും ജയിച്ച് നിയമസഭയിലെത്തിയ VS മുഖ്യമന്ത്രിയായി. എന്നാൽ ആഭ്യന്തരം VSന് നൽകാതെ വിശ്വസ്തനായ കോടിയേരിക്ക് നൽകുന്നതിൽ പിണറായി വിജയിച്ചു. തുടർന്നും VS പിണറായി പോര് രൂക്ഷമായി. ഇതോടെ 2007 ഇരു നേതാക്കളെയും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 2011 പാർട്ടി ആദ്യം പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിലും VS ഉണ്ടായിരുന്നില്ല. 2006 സമാന സാഹചര്യം രൂപപ്പെട്ടതോടെ VSനെ മത്സരിപ്പിക്കാൻ പാർട്ടി വീണ്ടും നിർബന്ധിതമായി. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതോടെ VS പിണറായി പോരിന് പുതിയൊരു പോർമുഖം തുറക്കപ്പെട്ടു. TP ചന്ദ്രശേഖരന് കുലംകുത്തിയാണെന്ന് പിണറായി ആവർത്തിച്ചപ്പോൾ TPയെ ശക്തമായി പിന്തുണച്ച് VS അച്യുതാനന്ദൻ രംഗത്തെത്തി. ഭർത്താവ് നഷ്ടമായി കരയുന്ന KK രമയ്ക്ക് മുന്നിൽ കൈകൂപ്പിയ VS അച്യുതാനന്ദനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം TP ചന്ദ്രശേഖരന്റെ വീട് VS സന്ദർശിച്ചതോടെ പിണറായിക്കും VSനും ഇടയിലുള്ള പോര് അതിന്റെ മൂർധന്യത്തിലെത്തി. VSനെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന SI ഡാംഗെയുമായി പിണറായി താരതമ്യം ചെയ്തു. മാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിൽ മറക്കാനാകാത്ത ഒരു താരതമ്യമാണ് പിണറായിയുടെ ബക്കറ്റിലെ വെള്ളം പ്രയോഗം. അത് രാഷ്ട്രീയ കേരളത്തിന് മറക്കാനാകില്ല. ശംഖുമുഖ തീരത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിനിടെയായിരുന്നു പിണറായി VS അച്യുതാനന്ദനെതിരെ പരോക്ഷ വിമർശനം ഉയർത്തിയത്. ഒരു കുട്ടി കടൽ കാണാൻ വന്നു. കടലിൽ തിരകൾ ആർത്തലയ്ക്കുന്നു. കുട്ടിക്ക് വളരെ സന്തോഷമായി. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി. ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല. കുട്ടിക്ക് വിഷമമായി. കുട്ടി കരഞ്ഞു. കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത്. VS അച്യുതാനന്ദനെതിരെ പരോക്ഷ വിമർശനമായിരുന്നു അന്ന് പിണറായി വിജയൻ ശംഖുമുഖം തീരത്ത് തൊടുത്തുവിട്ടത്. ശംഖുമുഖത്ത് നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ പാർട്ടിയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിച്ചു. അടുത്ത ദിവസം ഗോർബച്ചവേമാർ വറ്റിച്ചു കളഞ്ഞ സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞ് VSും തിരിച്ചടിച്ചു. ഇങ്ങനെയുള്ള ഗോർബച്ചവേമാരുടെ കാലത്ത് കടലും വറ്റിപ്പോകുമെന്നും അന്ന് ബക്കറ്റിലെടുക്കാൻ പോലും വെള്ളം ബാക്കിയുണ്ടാകില്ല എന്നും VSന്റെ മുന്നറിയിപ്പ്. ഗോർബച്ചേവിന്റെ പെരിസ്ട്രോയിക്കായെ ചൂണ്ടിക്കാട്ടി VS തിരിച്ചെടുത്തതും അന്ന് വാർത്തകളായി. 2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ VSന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടി റിപ്പോർട്ട് അവതരിക്കപ്പെടുകയും VS സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. അത് മറ്റൊരു രാഷ്ട്രീയ കോളിളക്കത്തിന്, അതായത് പാർട്ടിക്കുള്ളിലെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി മാറി. സമ്മേളനത്തിൽ VSനെതിരെ പ്രമേയം പാസാക്കി. ഇരു നേതാക്കൾക്കുമിടയിൽ 2 പതിറ്റാണ്ടോളം നീണ്ട പോരിന്റെ അവസാന അധ്യായങ്ങളെല്ലാം ഇങ്ങനെയായിരുന്നു. എന്തായാലും അന്ത്യനിമിഷത്തിൽ VSനോടൊപ്പം പിണറായിയുമുണ്ട്. എല്ലാത്തിൻ്റെയും അവസാനം എന്തൊക്കെ പോരടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാവരും അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണോ അത് നമുക്ക് മുന്നിലൊരു പാഠമായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.